വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഓപ്പറേഷൻ രണ്ടാം ഘട്ടം തുടരുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. നരഭോജി കടുവയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകൂ. കടുവ ചത്തത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. കാടിനുള്ളിൽ മൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നതിൽ പരിശോധന ആവശ്യമാണ്. സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പാക്കും. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ മേഖലകളിൽ സ്പെഷ്യൽ ഡ്രൈവ് 2-3 ദിവസം തുടരുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്.